അരുൺകുമാർ, ഞങ്ങൾ ആമുഖമായിട്ട് പറഞ്ഞത് വികസന പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ. ഒപ്പം തന്നെ വിവാദങ്ങൾ സമാന്തരമായി ഒരു പ്രശ്നമായി നിലനിൽക്കുന്നുണ്ട്. ഒറ്റപ്പെട്ട രീതിയിലാണെങ്കിൽ പോലും അപരമത വിദ്വേഷം പ്രചരിപ്പിക്കുന്ന രീതിയിൽ ചിലർ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നിട്ട് നിൽക്കുന്നുണ്ട്. ഇതിൽ ആശാസ്യമായൊരു രാഷ്ട്രീയ സംവാദത്തിലേക്ക് നമ്മളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം പോകേണ്ടതുണ്ട് എന്ന് ഞങ്ങൾ കരുതുന്നു. അത്തരത്തിൽ ആണ് ഞങ്ങൾ ഈ ചർച്ച പ്ലേസ് ചെയ്യുന്നത്. ഇന്ന് LDF വേണ്ടി സംസാരിച്ച CPIM-ൻ്റെ നേതാവ് സ്വരാജ് കുറേ വിഷയങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു. ഹരിയാനയിലും ബീഹാറിലും കോൺഗ്രസിനെതിരെ സീറ്റ് വിൽപ്പന വിവാദം വന്നിരിക്കുന്നു. കൈക്കൂലി വാങ്ങി എന്ന പ്രശ്നം വന്നിരിക്കുന്നു. മറുപടി ഉണ്ടായിട്ടില്ല എന്ന് അടക്കം പ്രധാനപ്പെട്ട കേരളത്തിലെ നേതാക്കൾ വരെ അതിൽ ഉൾപ്പെട്ടു എന്നിട്ട് പോലും കോൺഗ്രസിൽ നിന്ന് മിണ്ടാട്ടമില്ല എന്നതുപോലെ കേരളത്തിലും സീറ്റ് വിൽപ്പന നടന്നു എന്നും സ്വരാജ് ആരോപിച്ചു. എന്താണ് ഈ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് താങ്കൾ പറയുക? കോൺഗ്രസിൽ നിന്ന് എന്തിനു മറുപടി വേണം എന്നാണ് ഈ രാത്രിയിൽ അരുൺകുമാർ ആവശ്യപ്പെടുക? ഈ തെരഞ്ഞെടുപ്പിന് ഇനി കേവലം 8 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കൈകാര്യം ചെയ്യുന്ന യഥാർത്ഥ രാഷ്ട്രീയ വിഷയങ്ങളെക്കുറിച്ച് ചർച്ചയാക്കാൻ ഇതുവരെ കോൺഗ്രസ് തയ്യാറായിട്ടില്ല. ഏറ്റവും ആദ്യം ഡീൽ എന്ന് പറഞ്ഞ് വിവാദങ്ങൾ ഉണ്ടാക്കി ഒരു 8-10 ദിവസമാണ് അവർ ചർച്ച നടത്തിയത്. അതിനുശേഷവും പരസ്പര വിരുദ്ധമായിട്ടുള്ള സഖ്യ കാര്യങ്ങളും അതുപോലെ തന്നെ ഡീലിൻ്റെ തന്നെ മറ്റു വശങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ചർച്ച സംഘടിപ്പിക്കുന്നു. ഇതിനിടയിലാണ് ബീഹാറിൽ നടന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസിൻ്റെ പ്രതിനിധികൾ വോട്ട് ചെയ്യാൻ പോലും ഹാജരാകാത്തത് നമ്മൾ കണ്ടു. അതുപോലെ ഹരിയാനയിൽ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടിക്കണക്കിന് രൂപ KC വേണുഗോപാലും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ടു. ബാങ്ക് അക്കൗണ്ട് വഴി വാങ്ങിച്ചു, മകന്റെ അക്കൗണ്ടിലേക്ക് കൊടുത്തു എന്നെല്ലാം പറഞ്ഞ് കൃത്യമായി വെളിപ്പെടുത്തലുകൾ വരുന്നു, ക്രിമിനൽ കേസ് വരുന്നു. അതിന്റെ ഭാഗമായി തങ്ങളുടെ PA സസ്പെൻഡ് ചെയ്യുന്നതടക്കമുള്ള സാഹചര്യങ്ങൾ നമ്മൾ കണ്ടു. അതുപോലെ കേരളത്തിലും സമാനമായി കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലടക്കം വിജയിച്ചു വന്ന മേയറാകും എന്ന് പരിഗണിക്കപ്പെട്ടവർ പോലും പണത്തിന്റെ തൂക്കക്കുറവ് കൊണ്ട് അത് കിട്ടാതെ വന്ന നിരവധി ഡീലുകളൊക്കെ നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ യഥാർത്ഥത്തിൽ ഡീല് നടത്തുന്നത് കോൺഗ്രസ് ആണ്. ആ ഡീലുകൾക്ക് എല്ലാ ഘട്ടത്തിലും നേതൃത്വം കൊടുക്കുന്നത് കോൺഗ്രസ് ആണ്. മറ്റ് വർഗീയ സാമുദായിക കക്ഷികളുമായിട്ട് സഖ്യമുണ്ടാക്കി തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ പല ഘട്ടത്തിലും ശ്രമിച്ചത് കോൺഗ്രസ് ആണ് എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നമ്മുടെ പൊതുസമൂഹത്തിലുണ്ട്. അതെല്ലാം മറച്ചുവെച്ച് യഥാർത്ഥത്തിൽ തങ്ങളാണ് ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേക തലത്തിൽ നിൽക്കുന്നത് എന്ന് വിശേഷിപ്പിക്കുന്ന തരത്തിൽ നുണ പ്രചരിപ്പിച്ചുകൊണ്ട് യഥാർത്ഥ രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ചയാക്കാതിരിക്കാൻ ഇവർ മനഃപൂർവ്വം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷം കേരളത്തിലുണ്ടായിട്ടുള്ള സമാനതകളില്ലാത്ത മുന്നേറ്റം, സമാനതകളില്ലാത്ത മാറ്റം, ഈ മാറ്റം ചർച്ച ചെയ്യരുത് എന്നും പഴയ 5 വർഷമായി ഇതിനെ താരതമ്യപ്പെടുത്തരുത്, UDF-ന്റെ 5 വർഷ കാലവുമായിട്ട് ഇതിനെ താരതമ്യപ്പെടുത്തരുത് എന്നതാണ് ഇവരുടെ ലക്ഷ്യം. എന്നാൽ നമുക്ക് കൃത്യമായിട്ട് തന്നെ അറിയാം, ഈ 5 വർഷം കൊണ്ട് ലോക നിലവാരത്തിലേക്ക് ഈ കേരളം മാറിയിരിക്കുന്നു. ഇപ്പോൾ അതിന് ആ 5 വർഷത്തിൽ ഈ കഴിഞ്ഞ ലാസ്റ്റ് 10 വർഷത്തെ പ്രവർത്തനങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് ഞങ്ങൾ അധികാരത്തിൽ UDF അധികാരത്തിൽ വന്നാൽ ലൈഫ് മിഷൻ പിരിച്ചുവിടും, UDF അധികാരത്തിൽ വന്നാൽ പൊതുവിദ്യാഭ്യാസ യജ്ഞം അവസാനിപ്പിക്കും, UDF അധികാരത്തിൽ വന്നാൽ ആദരം പദ്ധതി അവസാനിപ്പിക്കും, അതുപോലെ തന്നെ കേരള ബാങ്ക് പിരിച്ചുവിടും എന്നതുൾപ്പെടെ ഈ കേരളത്തിലെ 1ാം പിണറായി സർക്കാരിന്റെ എല്ലാ നേട്ടങ്ങളെയും ഞങ്ങൾ തകർക്കുമെന്ന് പരസ്യമായിട്ട് പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞത് നമ്മുടെ മുന്നിലുണ്ട്. അതോടൊപ്പം തന്നെ ദേശീയപാത പണി പൂർത്തീകരിച്ച് കമ്മീഷൻ ചെയ്യാൻ കഴിയുമെന്ന് ഒരിക്കലും പിണറായി വിജയൻ കരുതേണ്ടതില്ല എന്ന് പറഞ്ഞത് ശ്രീ VD സതീശനാണ്. അതുപോലെ തീരദേശ ഹൈവേ ഞങ്ങൾ ഒരിക്കലും അനുവദിക്കില്ല, മലയോര ഹൈവേ ഞങ്ങൾ ഒരിക്കലും അനുവദിക്കില്ല, അതുപോലെ തന്നെ തുരങ്കപാത ഞങ്ങൾ ജീവിതത്തിൽ അനുവദിക്കില്ല, അതുപോലെ വിഴിഞ്ഞത്ത് കപ്പൽ പോയിട്ട് ഒരു ബോട്ട് പോലും ഇറക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല, അതുപോലെ അവിടെ ക്രെയിൻ വരുമ്പോൾ ഉദ്ഘാടന മാമാങ്കം നടത്തുന്നു എന്നതുൾപ്പെടെ നിരവധി പ്രചരണം നടത്തിയത് നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ ഇതെല്ലാം വലിയ പ്രതിരോധങ്ങൾ സൃഷ്ടിച്ച് നുണപ്രചരണം നടത്തിയിട്ടും അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് നമ്മൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഒന്നാമതെത്തിയത്, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഒന്നാമതെത്തിയത്, അതുപോലെ തന്നെ അതിദാരിദ്ര്യത്തെ നിർമ്മാർജ്ജനം ചെയ്യാൻ നമുക്ക് കഴിഞ്ഞത്. ഇപ്പോൾ കേരളത്തിൽ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് പാവപ്പെട്ട എന്ന ഒരു വാക്കുപോലും ഞങ്ങൾ ഇനി ഉച്ചരിക്കാനുള്ള അവസരം ഒരുക്കാത്ത തരത്തിലേക്ക് ഈ കേരളത്തിലെ എല്ലാ നേട്ടങ്ങളെയും ഞങ്ങൾ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കും എന്നതാണ്. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് സൗജന്യ ചികിത്സ കൊടുക്കുന്നതിനുള്ള അവാർഡ് ഏറ്റവും അവസാനത്തെ 3 വർഷം തുടർച്ചയായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും കേരളത്തിന്റെ ആരോഗ്യ വകുപ്പിനും കിട്ടുകയാണ്. അതുപോലെ തന്നെ ഓരോ രംഗത്തും മാനവ വിഭവ സൂചികയിലും സുസ്ഥിര വികസന സൂചികയിലുമെല്ലാം കേരളം ഒന്നാമതെത്തുന്നതും സാമ്പത്തിക അവലോകന റിപ്പോർട്ട് ഇന്ത്യയുടെ പാർലമെന്റിന്റെ മേശപ്പുറത്ത് വയ്ക്കുമ്പോഴും അത് ആ നേട്ടങ്ങളെക്കുറിച്ച് കേന്ദ്ര ധനകാര്യമന്ത്രി അടക്കം സൂചിപ്പിക്കുന്നതും
എല്ലാം നമ്മൾ കാണുന്നു. ഈ ഒരവസരത്തിൽ ഇത്തരത്തിലുള്ള നേട്ടങ്ങളൊന്നും ചർച്ചയാക്കരുത്. അതോടൊപ്പം തന്നെ UDFന്റെ 5 വർഷ കാലവുമായി ഈ 10 വർഷ കാലത്തെ താരതമ്യപ്പെടുത്താൻ പോലും പാടില്ല എന്ന രൂപത്തിലുള്ള പ്രചരണം നടക്കുകയാണ്. നമുക്കറിയാം, പുതുതലമുറയ്ക്ക് പവർ കട്ടില്ലാത്ത 10 വർഷം, അഴിമതിയില്ലാത്ത 10 വർഷം, വർഗീയ കലാപങ്ങളില്ലാത്ത 10 വർഷം, ലോഡ് ഷെഡിംഗ് ഇല്ലാത്ത 10 വർഷം, നിയമന നിരോധനമില്ലാത്ത 10 വർഷം, പൊതുമേഖലാ വ്യവസായികൾ അടച്ചുപൂട്ടാത്ത 10 വർഷം, ട്രഷറികൾ അടച്ചുപൂട്ടാത്ത 10 വർഷം, ക്ഷേമ പദ്ധതികൾ കുടിശ്ശികയില്ലാത്ത 10 വർഷം, റേഷൻ മുടങ്ങാത്ത 10 വർഷം, സ്കൂളുകൾ അടച്ചുപൂട്ടാത്ത 10 വർഷം, പാഠപുസ്തകം മുടങ്ങാത്ത 10 വർഷം, കിടപ്പാടം ജപ്തി ചെയ്യാത്ത 10 വർഷം, അങ്ങനെ വലിയ വലിയ പട്ടിക നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊന്നും ചർച്ചയാക്കരുത് എന്ന് UDFും BJPയും ഒരു വിഭാഗം മാധ്യമങ്ങളും തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ടാണ് പ്രത്യേക അജണ്ടയുമായി ഇല്ലാ കഥകൾ ഡീലുമായി ബന്ധപ്പെട്ടുകൊണ്ടും മറ്റ് വോട്ട് വിവാദവുമായിട്ടും ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാം രംഗത്തെത്തിയിരിക്കുന്നത്. പക്ഷേ യഥാർത്ഥ രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ നമുക്ക് കഴിയുന്നുണ്ട്. കുടുംബയോഗങ്ങളും പൊതുയോഗങ്ങളും സ്ഥാനാർത്ഥി പര്യടന പരിപാടികളിലുമെല്ലാം യഥാർത്ഥത്തിലുള്ള ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്.